മുത്തൂറ്റ് ഫിനാൻസിന്റെ മുൻപിൽ നിക്ഷേപകരുടെ നെഞ്ചത്തടിയും നിലവിളിയും. ഇന്നലെ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണിത്. മുത്തൂറ്റ് ഫിനാൻസ് വീണ്ടും ഒന്നാമത്. ന്യൂഡൽഹി TRA ബ്രാൻഡ് ട്രസ്റ്റ് റിപ്പോർട്ടിൽ തുടർച്ചയായ 8ാം വർഷവും മുത്തൂറ്റ് ഫിനാൻസിന് രാജ്യത്തെ ഏറ്റവും വിശ്വാസമുള്ള ധനകാര്യ സേവന സ്ഥാപനമെന്ന ബഹുമതി. ഇന്ത്യയിലൊട്ടാകെ 6500-ലേറെ ശാഖകളുള്ള മുത്തൂറ്റ് ഫിനാൻസിന് ഇടപാടുകാർക്ക് മികച്ച സേവനം നൽകുവാൻ കഴിയുന്നതായി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ അലക്സാണ്ടർ ജോർജ് മുത്തൂറ്റ് പറഞ്ഞു. സ്വർണ്ണപ്പണയം, ഭവന വായ്പ, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ് ബ്രോക്കിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച സേവനം ഉറപ്പാക്കാൻ കഴിയുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്രകാരം ബ്രാൻഡ് ടെസ്റ്റിൽ, അതായത് തുടർച്ചയായ 8ാം വർഷവും രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ധനകാര്യ സേവന സ്ഥാപനമെന്ന അവാർഡ് കിട്ടിയ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ചിന് മുന്നിൽ ഇന്നലെ നടന്ന ഒരു കാഴ്ചയാണിത്. ഇന്നലെ കൊല്ലം അഞ്ചലിൽ മുത്തൂറ്റ് ഫിനാൻസിന്റെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നതറിഞ്ഞ് മുത്തൂറ്റ് ഫിനാൻസിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവർ ആ ബ്രാഞ്ചിലെത്തി നടത്തിയ പ്രതിഷേധം കാണുക. ഭീഷണിയാണോ മുത്തൂറ്റ്? NCDയുടെ പേര് പറഞ്ഞു മുത്തൂറ്റ് ഫിനാൻസിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരുടെ പണം അവരോട് പറയാതെ ആ പണം ശ്രേയ് എന്ന കൽക്കട്ട ബേസ്ഡ് മാർവാടി കമ്പനിയിൽ നിക്ഷേപിച്ച് ആ കമ്പനി പൊട്ടി പണം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് നിക്ഷേപകരാണ് ഇന്ത്യയിലുള്ളത്. പണം നഷ്ടപ്പെട്ടവർ ഒരു കൂട്ടായ്മയുണ്ടാക്കി കഴിഞ്ഞ 1 വർഷത്തോളമായി അവർ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തി വരുന്നു. അവരിൽ ക്യാൻസർ രോഗികൾ, പ്രായമായവർ, പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ളവർ, അവരൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ്. എന്നാൽ മുത്തൂറ്റ് ഫിനാൻസ് മാനേജ്മെന്റ് ഇതൊന്നും കണ്ടമട്ടില്ല. മാധ്യമങ്ങളെ സ്വാധീനിച്ച് ഈ പണം നഷ്ടപ്പെട്ടവരുടെ ഒറ്റ പ്രതിഷേധ സമരങ്ങളുടെ വാർത്ത പോലും അവർ നൽകുന്നില്ല. പോലീസും പണം നഷ്ടപ്പെട്ടവർ പരാതിയുമായി ചെല്ലുമ്പോൾ അവരെ വിരട്ടിവിടുകയാണ് ചെയ്യുന്നത്. പണം നഷ്ടപ്പെട്ട 25ഓളം പേർ ഇന്നലെ മുത്തൂറ്റിന്റെ അഞ്ചൽ ശാഖയുടെ ഉദ്ഘാടന സ്ഥലത്തെത്തി നടത്തിയ ആ പ്രതിഷേധം കാണുക. ഞങ്ങളുടെയൊക്കെ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ 60 വയസ്സിന് മേളിൽ പ്രായമുള്ളവരാണ്. ഞങ്ങൾ ഇതുവരെ മുത്തൂറ്റിലെ പോയി ഒരു ബ്രാഞ്ചിലും ഒരു അക്രമപ്രവർത്തനവും നടത്തിയിട്ടില്ല. സമാധാനപരമായി ഞങ്ങൾ പൈസ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ സമാധാനത്തിൽ ചോദിക്കുന്നുണ്ട് അവർ ഞങ്ങളോട് പ്രതികരിക്കുന്നില്ല, ഞങ്ങളോട് സംസാരിക്കാൻ പോലും കൂടാകുന്നില്ല. ഇന്നലെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയായിരുന്നു പ്രതിഷേധം നടന്നത്. ഇതിന്റെ തുടർച്ചയായി ഇന്ന് തിരുവനന്തപുരം വഴുതക്കാടുള്ള മുത്തൂറ്റ് ഫിനാൻസിന്റെ സോണൽ ഓഫീസിന് മുന്നിൽ ഒരു സൂചനാ സമരം ഇന്ന് നടക്കും. ഈ പ്രതിഷേധ സമരത്തെക്കുറിച്ച് മുത്തൂറ്റ് ഫിനാൻസ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സൂസൻ മാത്യു പറയുന്നത് കേൾക്കുക. ഞങ്ങൾ 52 പേരുടെ പണമാണ് നഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഇത് നേരത്തെ തന്നെ ഞങ്ങൾ പല ചാനലിലൂടെ ട്രൈ ചെയ്തതാണ്. സാറ് തന്നെ ഇത് കൊടുത്തതുമാണ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ അഞ്ചലിൽ പുതിയ ബ്രാഞ്ചിന്റെ ഓപ്പണിങ്ങിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വാർത്താ ചാനൽ, അവിടുത്തെ ലോക്കൽ ചാനൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുത്തൂറ്റുകാരോട് ചോദിച്ചപ്പം അവർ പറയുന്ന ഒരു കമന്റ് കേട്ടു. ഇൻസോൾവൻസി കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് കസ്റ്റമേഴ്സിന് പൈസ എല്ലാം തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന്. ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയ് എന്ന് പറയുന്ന ഏതോ ഒരു കമ്പനി ലാണ് ഇവർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ആ കമ്പനിയിലെ 28% ഇൻസോൾവൻസി കഴിഞ്ഞിട്ട് 8% ആണ് ഓരോ കസ്റ്റമേഴ്സിനും തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ബാക്കി 8-10 വർഷം ഈ പുതിയ കമ്പനി ഡെവലപ്പ് ചെയ്ത് അത് ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന OCD എന്ന് പറയുന്ന ഏതോ ഒരു പെർസെന്റ്, എത്ര പെർസെന്റ് ആണെന്ന് നമുക്ക് പറയാൻ അറിയില്ല, അതുപോലും ക്ലാരിറ്റി തരാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. ഇവർ പറയുന്ന ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. എന്നിട്ട് ഇവര്
എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തത്. ഘട്ടം ഘട്ടമായിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പോലീസിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തല്ലോ സാറേ, ഇനി എന്തുവാണെന്നാണ് ഇവർ ഇൻഫർമേഷൻ കൊടുക്കുന്നത് FIRന് അഗൻസ്റ്റ് ആയിട്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ഞങ്ങളെ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് പൈസ തന്നല്ലോ മുത്തൂറ്റുകാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അവർ പബ്ലിക്കിനെ ബ്ലഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മറുപടി ഞങ്ങൾക്ക് എവിടുന്ന് ആര് തരും? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്ന് ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു ലെറ്റർ കൊടുത്തിരുന്നു, 3 മാസത്തിനകം ഞങ്ങളെ ഇത് സെറ്റിൽ ചെയ്ത് തരണമെന്ന്. അപ്പം അവരുടെ ലീഗൽ അഡ്വൈസർ പറഞ്ഞത് ഒരു നിസാറോ അങ്ങനെ ഒരു ആള് പറഞ്ഞത്, ഞാൻ ജേക്കബ് സാറിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇപ്പം 4 മാസമാവുന്നു, യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല. കോർഡിനേറ്റ് ചെയ്ത ഞങ്ങളുടെ KL തോമസ് വൈസ് പ്രസിഡന്റിനോട് ഈ ലീഗൽ അഡ്വൈസർ പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അതൊരു അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഫോണിൽ സംസാരിച്ചു. 4 മാസമായി ഇപ്പൊ ആ മനുഷ്യനും ഫോൺ എടുക്കുകയില്ല. ഇവരുടെ ലീഗൽ അഡ്വക്കേറ്റ് മിസ്റ്റർ അലക്സാണ്ടർ എന്നുകൊണ്ടാണ് പേര്. ഞങ്ങളുടെ വക്കീല് അവരുടെ വക്കീലിനെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും ആരും ഫോൺ എടുക്കുകയില്ല. ഞങ്ങളുടെ കൂടെ മാത്യു വൈദ്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇവരുടെ ഫാമിലി ഫ്രണ്ടോ മറ്റുമാണ് ആ മനുഷ്യൻ. മിസ്റ്റർ മാത്യു വൈദ്യൻ മിസ്റ്റർ ജേക്കബിനെ വിളിച്ചു. ആദ്യമേ ചോദിച്ചു, മാത്യു വൈദ്യനല്ലേ, ഞാൻ അല്പം ബിസിയാ, കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന്. ഇപ്പം മിസ്റ്റർ മാത്യു വൈദ്യൻ വിളിച്ചാൽ അയാള് മിസ്റ്റർ ജേക്കബ് ഫോൺ അറ്റൻഡ് ചെയ്യില്ല. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഈ മുത്തൂറ്റിന് തന്നെയാണോ ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ കണ്ടതാണത്. അപ്പം അതാണ് ഞങ്ങളുടെ സംശയം. ഇത്രയും കബളിപ്പിക്കപ്പെട്ടെന്ന് പറയുമ്പം അതിനു വേണ്ടി ഒരു വാക്കുകൊണ്ട് പോലും ആരും സപ്പോർട്ട് ചെയ്യാതെ, അന്വേഷിക്കാതെ, പോട്ടെ ഇതിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കാനെങ്കിലും ആരെങ്കിലും ട്രൈ ചെയ്യാതെ, മാധ്യമങ്ങളുടെ ധർമ്മം അതുപോലും മറന്ന് പൈസ ഉണ്ടാക്കുന്ന ഈ കേരളത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? മനുഷ്യര് എങ്ങനെ ജീവിക്കും? തീർച്ചയായിട്ടും ഇപ്പം ITV ന്യൂസ് നമ്മളുടെ തുടർച്ചയായിട്ട് ഇത്തരം വാർത്തകൾ നൽകുന്നു. നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുക. പണം 5 വർഷം കൊണ്ട് ഇരട്ടിക്കും, 6 വർഷം കൊണ്ട് ഇരട്ടിക്കും, ഡബിളിംഗ് സ്കീം, NCD എന്നൊക്കെ കേൾക്കുമ്പോൾ കയ്യിലുള്ള എല്ലാ പണവും എടുത്ത് നിക്ഷേപത്തിന് ഇരട്ടിയിലൊന്നുമല്ല. 8.7% എന്ന് പറഞ്ഞാല് ഒന്നുമല്ലായിരുന്നു. അന്ന് 7% ബാങ്കിൽ FD ഇട്ടിരുന്നത് പൊട്ടിച്ച് എന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ കയ്യില് പെൻഷൻ റിട്ടയറായി, എന്റെ ഹസ്ബൻഡ് റിട്ടയറായി പൈസ കയ്യിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് ആഴ്ചകൾ വിസിറ്റ് ചെയ്ത് സ്റ്റാഫിനെ വിട്ട് ജെസ്സി ജെയിംസ് എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് എന്റെ അടുത്ത് വന്ന് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു പെങ്കൊച്ച് പറഞ്ഞത് എന്നതാണെന്നറിയോ, ചേച്ചി ടാർഗറ്റ് ഉണ്ട് മാഡം, ചേച്ചിയല്ല മാഡം, ടാർഗറ്റ് ഉണ്ട്, അത് അച്ചീവ് ചെയ്തില്ല ഞങ്ങൾക്ക് സാലറി പോലും കിട്ടത്തില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് FD തന്നെയാണെന്നും പറഞ്ഞിട്ട് ഇവര് വേറൊരു ഫോമേൽ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നം പറഞ്ഞു. ഈ ശ്രേ എന്ന് പറഞ്ഞ കമ്പനിയെ നിങ്ങൾക്ക് അറിയുമോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഇവര്? ഇല്ല, ഞങ്ങൾക്ക് SCFL എന്ന് എസ്ക്രോ അക്കൗണ്ട് എന്ന് ചെക്ക് എഴുതിച്ചപ്പോ ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞ അത് ഞങ്ങളുടെ തന്നെ സഹോദര സ്ഥാപനമാണ്, മുത്തൂറ്റ് ഫൈനാൻസ് ആണ് അതിന് ഉത്തരവാദി. അങ്ങനെ പറഞ്ഞ വോയിസ് റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്, ടെലിഫോണിൽ സംസാരിച്ച റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഈ ജെസ്സി ജെയിംസിനോട് ചോദിച്ചപ്പോൾ ഡൽഹി ഹൗസ് കാസിൽ അർബിന്ദോ മാർക്കറ്റിലുള്ള ബ്രാഞ്ചിലാണ് ജെസ്സി ജെയിംസ് അന്ന് അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് അവരെ ഷഫിൾ ചെയ്ത് വേറെ എവിടെയോ ആക്കി. പക്ഷെങ്കിൽ അന്ന് അവർ ഞാൻ ഈ പ്രശ്നം വന്ന് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്ത് അതുപോലും ഒരു പ്രൂഫായിട്ട് ആരും ഒന്ന് കേൾക്കാൻ ഇത് ചെയ്യണ്ടേ. അന്നേരം അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് അത് ഞങ്ങളുടെ സ്റ്റാഫ് ചെയ്ത തെറ്റാണ്, അവർക്ക് ഇൻസെന്റീവിന് വേണ്ടി അവർ കാണിച്ച തെറ്റാണെന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ, എൻ്റെ ഒരു മകള് അല്ലെ ഒരു മകൻ തെറ്റ് ചെയ്താൽ അതിന് നമ്മൾ പേരൻസ് ആണോ ഉത്തരവാദി അതോ നാട്ടുകാരാണോ? അവർക്ക് ഇൻസെന്റീവ് കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, അപ്പൊ അത് എന്താ അതിന് പറയേണ്ടത്? അപ്പൊ അതിന് കൂട്ട് ചെയ്ത മലയാള മനോരമ അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്ന നമ്മുടെ അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ പോയി കൂതാശ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ അച്ഛന്മാരെ എന്താ പറയേണ്ടത്? ഓർത്തഡോക്സില് ആ വിശ്വാസത്തിൽ പോലും നിൽക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം.
സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു ഫാദർ ജോബ്, അപ്പൊ അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ കൂതാശ ചെയ്ത് കൊടുക്കുന്ന ആ അച്ഛൻ ഞങ്ങളോട് ഒന്നും ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ പ്രശ്നം എന്നാണെന്ന്. ഞങ്ങളുടെ കൂടെയുള്ള മിസ്റ്റർ ജെയിംസിനെ ഡയറക്റ്റ് അറിയുന്നതാ, ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ മെമ്പറാണ്. അപ്പൊ ഈ അച്ഛനെയൊക്കെ എല്ലാവരും മിസ്റ്റർ ജെയിംസ് അറിയുന്നതാ. അദ്ദേഹത്തിനോട് എങ്കിലും ഇതെന്തായിരുന്നു പ്രശ്നമെന്ന് പോലും ഒന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ ഈ സഭ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം, ഞങ്ങൾ കാണാത്ത MLA MP-മാരില്ല. ഞങ്ങൾ മിസ്റ്റർ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിൽ ട്രിവാൻഡ്രത്ത് കൊടുത്ത ആപ്ലിക്കേഷൻ അത് ചവറ്റുകുട്ടയെ പെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടീമും മൊത്തം കേരളം നടന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചല്ലോ. പക്ഷെ ഞങ്ങളുടെ ആ ഒരു മെമ്മോറാണ്ടം കൊടുത്തത് അത് എന്ത് ചെയ്തെന്നതിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.